ഹലോ, പെട്ടു ഗൈസ് ശരിക്കും പെട്ടു. ഞാൻ കഴിഞ്ഞ ദിവസം എന്താ പറയുക, എനിക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം ഒട്ടും കുറവില്ല, തൊണ്ടവേദന, നല്ല തൊണ്ടവേദന ഉണ്ടായിരുന്നു. ഇന്ന് എന്നിട്ട് ഉമ്മാനെ കാണിക്കാൻ വേണ്ടി വൈദ്യരുടെ അടുത്ത് പോയപ്പം വൈദ്യരോട് പറഞ്ഞിട്ട് വൈദ്യരൊന്നിങ്ങനെ തൊട്ട് നോക്കി. അപ്പം അത് എന്താ പറയുക, ടോൺസസിൻ്റെ എന്ന് പറഞ്ഞത് 2 ദിവസം കഴിഞ്ഞിട്ട് മരുന്നുണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ആ തൊട്ട് നോക്കിയതേ എൻ്റെ തൊണ്ടവേദന പമ്പ കടന്നു. ഇപ്പം എന്താണെന്നറിയാം, മൂക്കടച്ചിട്ട് വയ്യ. അപ്പം ഞാൻ ആവി പിടിക്കാൻ പോവാണ്. വരും, ആവി പിടിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. പിടിക്കുന്നത് എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെ ആവി പിടിക്കുന്നതെന്ന്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. നമ്മൾ അടുപ്പ് കണ്ടോ, അടുപ്പ് ഇത് വാങ്ങിയിട്ട് 2 മാസമായിട്ടില്ല ഗൈസ്. അപ്പോൾ അതെ, ഈ അടുപ്പിൻ്റെ ഇതെല്ലാം തുരുമ്പ് പിടിച്ചതുപോലെ ആയി. നമ്മൾ വിചാരിക്കുന്നു ഈ അടുപ്പത്ത് തന്നെ റൊട്ടി, ദോശ എല്ലാം ഉണ്ടാക്കുന്നത് കൊണ്ടായിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാ, ഇതിനൊന്നും അങ്ങനത്തെ ഒരു സംഭവം ഇല്ല, കുഴപ്പമില്ല. അപ്പോൾ അതെ, ചൂടുവെള്ളം വെച്ചു, നല്ല പോലെ വെട്ടി തിളക്കുമ്പം ഇതേ നമ്മുടെ കരിന്തുളസി, പിന്നെ ഇവിടെ ഒരു പീസ് ചെറുനാരങ്ങ ഉണ്ട്. ഇത് ഇന്ന് രാവിലെ കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ എന്തോ പൊടി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കഴുകിയെടുത്ത് അങ്ങനെ തുളസിയും ഞാനിവിടെ കഴുകുകയാണ്. നല്ലപോലെ കഴുകിയെടുത്ത് ചായ കുടിച്ച പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല. അപ്പോൾ തിളക്കുന്നതിന് മുന്നേ തന്നെ ഇതെല്ലാം ഇട്ട് കൊടുക്കാം, ഒന്ന് വെട്ടി തിളക്കട്ടെ. ഇതേ നമ്മുടെ ആവി പിടിക്കുന്ന വെള്ളം ഇവിടെ നല്ല പോലെ വെട്ടി തിളക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു ബ്ലാങ്കറ്റ് എടുത്ത് തലയടക്കം മൂടിയിട്ട് ഞാൻ ആവി പിടിച്ചിട്ട് വരാം. അപ്പൊ അതേ, ഞാനങ്ങനെ ആവി പിടിച്ചു കഴിഞ്ഞു. നോക്കിക്കേ, കുറച്ച് ഒരു ആശ്വാസമുണ്ട്. ഇനി രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ഒരിക്കലും കൂടി പിടിക്കാം, പിന്നെ രാവിലെയും കൂടി പിടിക്കാം. അപ്പോൾ സെറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.